ചാത്തൻ മന്ത്രി വരുന്നുണ്ട്, വേഗം പത്തായത്തിൽ ഒളിച്ചോളൂ എന്നൊരു വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് 1957 ഒന്നാമത്തെ CPI ഗവൺമെന്റ്, കേരളത്തിലെ ആദ്യ ഗവൺമെന്റ്, EMS നയിച്ച ഗവൺമെന്റ് ആണത്. ആ ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടി വിമോചന സമരക്കാർ വിളിച്ച ഒരു മുദ്രാവാക്യമാണ്. ചാത്തൻ മാസ്റ്റർ ആരെന്ന് മനസ്സിലായി കാണില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചാത്തൻ മാസ്റ്ററെ വലുതായിട്ട് പരിചയം ഉണ്ടാവില്ല. അദ്ദേഹം ആദ്യ ദളിതനായ മന്ത്രിയായിരുന്നു. മുമ്പ് ദളിതർക്ക് മന്ത്രിയാവാനൊന്നും ഒരു സാധ്യതയും കേരളത്തിലുണ്ടായിരുന്നില്ല. സഖാവ് CPIയുടെ ഒരു നേതാവാണ്. 2026 പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി, ദളിത് സമൂഹത്തിലെ വ്യക്തികളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പോഴാണ് രാഷ്ട്രീയം പഠിപ്പിക്കാൻ തോന്നിയത്. എന്ത് തന്നെയാലും ഇങ്ങനെയുള്ള കുറച്ച് അവതാരങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇനി അത് കൂടും അത് കേട്ടോ. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ എണ്ണം കൂടാനാണ് ചാൻസ്. അദ്ദേഹം പറയുന്നത് ചാത്തൻ മാസ്റ്റർ മന്ത്രിയാക്കിയതിന്റെ ക്രെഡിബിലിറ്റി ഈ 2026 പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് സത്യം പറയാൻ നമുക്ക് വിഷമമൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഒരു അവസ്ഥ കണ്ടിട്ടേ, ചാത്തൻ മാസ്റ്ററുടെ ഓർമ്മകൾ പോലും ഓർക്കാത്ത കമ്മ്യൂണിസ്റ്റുകാര് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനകത്ത് നമുക്കത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. സത്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടെ പരിവർത്തനപ്പെടാറുണ്ട്. നിങ്ങൾ ഇനിയും മനുഷ്യരാകേണ്ടതുണ്ട്. കൂടെ കൂടെ പാടുന്നുണ്ടല്ലോ, മനുഷ്യനാകണം മനുഷ്യനാകണം. ആ പാട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇനി പാടണം. ഇനി കുറച്ചുകൂടെ കേൾപ്പിക്കാം. മാറ്റിമറിച്ചിൽ നടത്തി വലിയ മാറ്റങ്ങൾ വരുത്തി. ദളിതനെ ആദ്യം മന്ത്രിയാക്കാൻ EMS തയ്യാറായി. EMSനെ ആക്ഷേപിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്ഷേപിച്ചുകൊണ്ട്, അച്യുതാനന്ദനെ ആക്ഷേപിച്ചുകൊണ്ട്, സവർണർ ചാത്തനോടൊപ്പം കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച വിമോചന സമരക്കാരാണ്. വിമോചന സമരക്കാർ ആരെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ UDF ആണ് അന്നത്തെ വിമോചനം. അത് കുറച്ചുകൂടി സവർണർ, അതിനകത്ത് NSS ഉണ്ടായിരുന്നു, സവർണ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. അവരാണ് ഇന്നലെ മറ്റൊരു പ്രഖ്യാപനം നമ്മൾ പത്രങ്ങളിലെല്ലാം വായിച്ചാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്നറിയപ്പെടുന്ന, അദ്ദേഹം കപടതയാണ് കാണിക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്, സണ്ണി എം കവിക്കാടിനെ വൈക്കത്ത് സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. ഇന്ന് TS ശ്യാംകുമാർ. താങ്കൾക്ക് എങ്ങനെയാണ് ഇത് തോന്നുന്നത് കപടതയാണെന്ന്? അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിറകെ നടന്നിട്ട് എന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും MLA സ്ഥാനമോ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടോ ഈ കേരളത്തിലുള്ള LDF, UDF, BJPയിലെ ഓരോ നേതാക്കളുടെയും ഓരോ പ്രവർത്തനങ്ങളും, ഓരോ അഭിപ്രായങ്ങളും, ഓരോ മണ്ടത്തരങ്ങളും, വിഡ്ഢിത്തരങ്ങളും, ജനാധിപത്യ വിരുദ്ധത മൊത്തവും കേരളം കേട്ടോണ്ടിരിക്കുകയാണ്. അതിലൊരാളാണ് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയെ നിങ്ങൾ കാറിൽ കയറ്റി ഇവിടെ കിടന്ന് കറങ്ങുന്നതെല്ലാം പട്ടികധികാരികൾക്ക് കണ്ടില്ലേ? പിണറായി എടുത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? നിങ്ങൾ അഭിപ്രായം പോലും പിണറായി വകവയ്ക്കുന്ന പോലും ഇല്ലല്ലോ. ബിനോയ് വിശ്വത്തിനെ അടുത്ത് ചാണകക്കുഴി ഇട്ടിരിക്കുകയാണല്ലോ. സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം, മനസ്സിലായ? പട്ടികധികാരം നിങ്ങൾ ഈ 1950 അന്നത്തെ പട്ടികധികാരല്ല ഈ 2026 പട്ടികധികാരം. സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് സംസാരിക്കണം. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് പേരുക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ബിന്ദു എന്ന് പറയുന്ന ദളിത് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ LDF ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ പറഞ്ഞിട്ടാണ്. കുറെ കാര്യങ്ങളല്ല സുഹൃത്തെ, കുറെ കാര്യങ്ങളൊന്നും അല്ല. സണ്ണിയം കപ്പിക്കാടായാലും ശ്യാംകുമാറിനെ പോലുള്ള മനുഷ്യരായാലും ശരി, അവര് പറയുന്നത് ഈ സമൂഹം അനുഭവിക്കുന്ന ജാതി വേർതിരിവും ജാതി പീഡനങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട്, വേറെ മാർഗമില്ലാത്തത് കൊണ്ട് അവർ സംസാരിക്കുന്നത് മാത്രമാണ്. അതിന് നിങ്ങൾ എന്താണ് പറയുന്നത്? കപട നേതാക്കളില്ലേ? അവരൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ടല്ലല്ലോ സംസാരിക്കുന്നത്. അവരിവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദളിത് ആക്ടിവിസ്റ്റുകൾ. ഓക്കെ, അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഈ സണ്ണിയം കവിക്കാട് അത്തരത്തിലുള്ള മനുഷ്യനല്ലായിരുന്നു. ശ്യാംകുമാർ സമീപകാലത്ത് രംഗപ്രവേശം ചെയ്ത ദളിത് ആക്ടിവിസ്റ്റ് ആണ്. ഈ അടുത്ത കാലത്ത് രംഗപ്രവേശനം ചെയ്ത ആക്ടിവിസ്റ്റ്, അതുവരെ അദ്ദേഹം എന്തുവായിരുന്നു ചെയ്തോണ്ടിരുന്നത്? അങ്ങനത്തെ ഇവിടെ കിടന്ന് വല്ല തീവ്രവാദമോ അല്ലെങ്കിൽ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ പുറക്കാടുന്നു? ശ്യാംകുമാർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലിയും നേടിയെടുത്ത് അദ്ദേഹം അതിന് ശേഷമാണ് സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ദളിത് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ആ സംസാരിക്കുന്നത് കറക്റ്റ് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല നിങ്ങളാണെങ്കിൽ വന്നിരുന്ന ഈ ഊളത്തരം പറച്ചിലല്ല സണ്ണിയം കപ്പിക്കാണ് ശ്യാംകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമൊക്കെ കണക്കിന്റെ കൃത്യമായിട്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് നിയമനങ്ങൾ, സർക്കാർ ഉദ്യോഗങ്ങളെല്ലാം തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭരണവും ആണെന്നുള്ളത് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ രീതിയിൽ ഈ തള്ളിക്കളയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നല്ലേ പറയുന്നത്? അനീതി കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കണമെന്നല്ലേ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തോന്നുന്നത്? ബിന്ദു എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ആ ഒരു പീഡനമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിവരം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ബിന്ദുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലുള്ള എല്ലാ
വീടുകളിലും ആ വാർത്ത എത്തിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുന്ന ദണ്ണപ്പെടുന്ന എന്തിനാണ് നിങ്ങൾ? ഞങ്ങൾ ഇവരെല്ലാം പ്രഭാഷണങ്ങളും എഴുത്തുകളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു കാര്യം മാത്രമേ, കേരളത്തിലെ ചരിത്രം ഇവർക്ക് അറിയാമോ? കേരളത്തിലെ ചരിത്രമല്ല, ഇന്ത്യയിലെ ദളിത് ചരിത്രം അറിയാമോ? ഇന്ത്യയിലെ ദളിത് ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ദളിതർ അനുഭവിക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ചും അവർക്ക് വീട് വയ്ക്കാൻ പോലും ഒരു തുണ്ട് ഭൂമി ഇല്ലാത്ത അവസ്ഥ മനസ്സിലാക്കണം. ആരാണ് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്? ദളിതരെ വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ദളിതർക്ക് ഭൂമി കിട്ടാൻ വേണ്ടി കുടികിടപ്പ് നിരോധന നിയമം നടപ്പിലാക്കിയത്? എന്താണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത്? 1970 നവംബർ 1 നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ എത്ര ദളിതർക്ക് ഭൂമി ലഭിച്ചു? ദളിതർ ഇന്ന ഒരു അസ്തിത്വം ഉണ്ടെങ്കിൽ തന്നെ അതിന് കാരണം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഭൂപരിഷ്കരണത്തെ കുറിച്ച് അത് സത്യം പറഞ്ഞാൽ അന്നത്തെ ചാത്തൻ മാസ്റ്ററും ഭൂപരിഷ്കരണവും മാത്രമേ ഉള്ളൂ ഈ പാവങ്ങൾക്ക് സംസാരിക്കാനായിട്ട്. വേറെ ഒന്നുമില്ല. അതിന്റെ ഒരു ദരിദ്രാവസ്ഥയെ. നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നില്ലേ, അത് നിങ്ങളുടെ ആശയങ്ങളിൽ നിങ്ങളുടെ സംഭാഷണത്തിൽ മാത്രമാണ് ദാരിദ്ര്യം. കേരളം അതിദാരിദ്ര്യത്തിലാണെന്നുള്ളത് കൃത്യമായിട്ട് കേരളത്തിലുള്ള അരിയാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. കേരളം ദാരിദ്ര്യത്തിൽ തന്നെയാണ്. പക്ഷെ അതിനൊപ്പം കമ്മ്യൂണിസ്റ്റുകാർക്ക് ആശയ ദാരിദ്ര്യം ഉള്ളത് കൂടി നിങ്ങൾ ഇനി ഒരു പോസ്റ്റർ വെച്ച് അടിക്കേണ്ടി വരും. ആശയ ദാരിദ്ര്യമാണ് ഈ പ്രശ്നം. 10 മന്ത്രിമാരെ നായർ സമൂഹത്തിൽ നിന്ന് കയറ്റി വെച്ചിട്ട് വിടുതാളം അടിക്കുന്നതിന് ഒരു മര്യാദ വേണം. അല്ല, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സണ്ണിയം കപ്പിക്കാടിനെ പോലുള്ളവർക്ക് കൂടുതൽ ജനസ്വീകാര്യത കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ ഇനിയും സംസാരിക്കണം. ഇനി കൂടുമെന്നുള്ളത് നമുക്കറിയാം, നന്നായിട്ടറിയാം. ഇനി ഇതുപോലുള്ള കുറെ അവതാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവസാനം പിണറായിയിൽ വന്ന് നിൽക്കും. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളി പറയാൻ, അതിനെതിരെ സ്ഥാനാർത്ഥിയാവാൻ ആലോചിക്കണം. സമീപകാലത്തുണ്ടായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാവാൻ ഈ പോലുള്ളവർക്ക് എങ്ങനെ കഴിയുന്നു? അല്ലെങ്കിൽ അത്തരം വർത്തമാനങ്ങൾ പറയരുത്. ഞങ്ങൾ കോൺഗ്രസ് അനുകൂലികളാണ്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ പിന്തുണക്കാരാണെന്ന് പറയാം. കേരളത്തിൽ എന്റെ പൊന്ന് CPI നേതാവേ, ഞാൻ ഇപ്പോഴും, അല്ലെങ്കിൽ കേരളത്തിലെ ദളിത് സമൂഹം ഇപ്പോഴും പറയാണ്, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ CPIയുടെ ഒരു ജനറൽ സീറ്റ് സണ്ണിയം കപ്പിക്കാണ്ട് നിർത്തായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? പോട്ടെ, ജനറൽ സീറ്റ് നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് സണ്ണിയം കപ്പിക്കാടിനെ ഏതെങ്കിലും സംവരണ സീറ്റ് നിർത്തിയില്ല? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സണ്ണിയം കപ്പിക്കാടിനെ എങ്ങ് നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നാളെ ഈ ചാത്തൻ മാസ്റ്റർക്ക് ശേഷം അദ്ദേഹത്തിന് സണ്ണിയം കപ്പിക്കാട് എങ്ങനെയായാലും ഒരു 60-62 വയസ്സിനടുത്ത് പ്രായമുണ്ട്. അപ്പൊ ഈ 62 വയസ്സ് വരെ നിങ്ങൾ നോക്കിയിരിക്കുകയാണ് ഇദ്ദേഹം എങ്ങോട്ട് പോകുന്നു. ഇതൊരു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതല്ലേ ഈ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് സണ്ണിയം കപ്പിക്കാട് നേരത്തെ പരിഗണിച്ചില്ല? നിങ്ങൾ ഇവിടുത്തെ ജനാധിപത്യവാദികളും ഭരണഘടനാ സംരക്ഷകരും ഒക്കെയാണല്ലോ. അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലും അത് തന്നെയാണ് വരുന്നത്. അദ്ദേഹം മുറുകി പിടിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് തന്നെയാണ്. ഇവിടുത്തെ ദളിത് പീഡനങ്ങളും ദളിത് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള രീതിയിൽ അതിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ടോ ഈ നാടിന്റെ ജനപ്രതിനിധിയായിട്ടോ വൈക്കത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് നിങ്ങൾ തുറന്നു പറയാത്ത എന്താണ്? ബാക്കി എവിടെയാണ് ദളിതർക്ക് ഒരു തുല്യ നീതി കിട്ടുന്നത്? ഭൂമി ജീവിക്കാൻ കഴിയുന്നത്, ഭൂമിയിൽ വീട് വെച്ച് കഴിയാൻ താമസിക്കുന്നത്, ഇപ്പോഴും അസ്പൃശ്യത അല്ലെങ്കിൽ അപ്പാർത്തൈഡ് പറയുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ അവിടെയാണ് വൈക്കത്ത് മത്സരിക്കാൻ തീരുമാനിച്ചു. വൈക്കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്, മനസ്സിലാക്കണം. വൈക്കത്ത് ഗാന്ധിജി ഇണ്ടതുരുത്തി മന ഗാന്ധിജി വന്നിട്ട് കയറ്റാതെ, പൗരോഹിത്യം കയറ്റാതെ മാറ്റി നിർത്തിയ ആ വീട് ഇണ്ടതുരുത്തി മന. സുഹൃത്തെ, ഇണ്ടതുരുത്തി മനയുടെ ഉത്തരം പുഴുങ്ങി തിന്നാലും പട്ടികാരക്കുള്ള വിശപ്പ് മാറത്തില്ല. ഇണ്ടതുരുത്തി മനയിൽ ഇനിയിപ്പം EMS വന്നിരുന്ന് എന്ത് പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞാലും ശരി, പട്ടികജാതിക്കാരുടെ പ്രശ്നം രാഷ്ട്രീയപരമാണ്, പട്ടികജാതിക്കാരുടെ പ്രശ്നം സാമൂഹികപരമാണ്. നിങ്ങൾ ഇത് എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് നിങ്ങൾ പറ. നിങ്ങൾ ഓടി അങ്ങ് UP-യിലോട്ടും ബീഹാറിലോട്ടും എന്തിനാണ് പോകുന്നത്? നിങ്ങൾ കേരളത്തിലെ പത്രം വായിക്കാറില്ലേ? അല്ലെങ്കിൽ സണ്ണിയം കപ്പിക്കാടിന്റെ നിങ്ങൾ സ്പീച്ചുകൾ അല്ലെങ്കിൽ പിന്നെ ഓരോ സംഭാഷണങ്ങൾ, സെമിനാറുകൾ പറയുന്ന സംസാരം നിങ്ങൾ കേൾക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം പറയുന്നതല്ല നുണയാണെന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അവര് പറയുന്ന നുണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സംസാരം കേൾക്കത്തില്ലെന്ന് പറയണമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എത്രയോ പാർട്ടി സമ്മേളനങ്ങളിൽ ശ്യാംകുമാർ പോയിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലുള്ളവർക്ക് അറിയാം. എന്തുകൊണ്ടാണ് വിളിച്ചത്? നിങ്ങൾ സംഘപരിവാറിനെ വിളിക്കുന്നില്ലല്ലോ, കോൺഗ്രസ്സുകാരനെ വിളിക്കുന്നില്ലല്ലോ, ശ്യാംകുമാറിനെ വിളിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ എന്ത് വിഡ്ഢിയായതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത്? അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകൾ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അദ്ദേഹത്തിനെതിരെ ഈ നാട്ടില് LDF സർക്കാരിനെതിരെയോ ഇവിടുത്തെ ഭരിക്കുന്ന ഏത് പാർട്ടിയാവട്ടെ അതിനെതിരെ അനാവശ്യമായിട്ട് പെരുന്നുണകളോ അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും സംസാരങ്ങളോ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു വാർത്ത നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ എതിരഭിപ്രായങ്ങളും ഇതുവരെ വന്നിട്ടില്ല അവർക്കെതിരെ.
പക്ഷേ വൈക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് സണ്ണി അങ്കപ്പിക്കാണ് മത്സരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ ദലിത് വിരുദ്ധത എന്ന് പറയുന്നത്. മനസ്സിലായോ? തൊഴിലാളി കയ്യിലാണ്. അവിടെയാണ് സണ്ണിയപ്പം മത്സരിച്ചോട്ടെ, നമുക്കൊന്ന് പ്രശ്നമുള്ള മത്സരം നടക്കുമ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ഈ ഭൗതികമായ ദളിത് ഭൗതികമായ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ കിട്ടിയ സ്വത്വം അവിടെ ഉപേക്ഷിക്കണം. ഒറ്റ കാര്യമുള്ളത് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ മോശമാണ്. ശ്യാംകുമാറിന് തെറ്റുപറ്റി. സണ്ണിയം കബിക്കാട് അധികാരത്തിന്റെ പുറകിൽ UDF കൊടുത്ത സീറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുവെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. എന്തായാലും ശ്യാംകുമാർ കുറച്ചുകൂടി ചരിത്രം പഠിക്കണം. ഈ ലോകത്ത്, ഈ രാജ്യത്ത് എങ്ങനെയാണ് ദളിതർ തുല്യനീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഐക്യത്തെ രാഷ്ട്രീയം ധാരാളം പറയാനുണ്ട്. എത്രയോ പ്രമുഖർ അവിടെ, ഐക്യം സത്യാഗ്രഹം ഉൾപ്പെടെ, ഐക്യം സത്യാഗ്രഹത്തിന്റെ ഒക്കെ ചരിത്രം പഠിച്ചാൽ ഐക്യത്ത് ചെന്ന് ഒരു വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഈ വിമോചന ഇദ്ദേഹം ഇന്നലെ കണ്ടത് ആശം താഴെ വീണാണ് സംസാരിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, അദ്ദേഹം ഒരിക്കലും ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പിറക്ക് നടന്ന ആളല്ല. അദ്ദേഹം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറകെ നടന്നിട്ടില്ല. ഒരിക്കലും ഒരു സംഘപരിവാറിന്റെ അടുത്തും പോയിട്ടില്ല. അദ്ദേഹം പ്രവർത്തിച്ചതും സംസാരിച്ചതും ഈ കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ഇടയിൽ വരുന്ന പീഡനങ്ങളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും മാത്രമാണ് സംസാരിച്ചത്. ഒരു സമയത്ത്, അതായത് ഈ ഒരു സ്ഥാനാർത്ഥിത്വം വരുന്നതിന് മുമ്പ് വരെ സംഘപരിവാർ മാത്രമായിരുന്നു സണ്ണിയം കപ്പിക്കാടിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. സണ്ണിയം കപ്പിക്കാട് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ കുരു പൊട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാല്, കൃത്യമായിട്ട് ദലിത് സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും ഒരു പാർട്ടിയിലോ ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങളോ കൈയടക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ മനസ്സിലാവുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായി, അല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ UDFന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ നേതാവായിട്ടോ അങ്ങനെ ഒന്നും തന്നെയല്ല. കോൺഗ്രസിന്റെ നിർബന്ധമോ അവരുടെ ലക്ഷ്യമോ അവരുടെ അജണ്ടയാണ്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങള് പച്ച മലയാളത്തിൽ സണ്ണിയം കപ്പിക്കാട് സംസാരിക്കുന്നുണ്ട്. കേരളത്തില് ഇപ്പൊ നിലവിൽ UDFുമായിട്ട് ബന്ധപ്പെട്ട് അവര് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്, സണ്ണിയം കപ്പിക്കാടിനെ പോലെയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത്, കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഒരു തുടർ ഭരണമാണ്. ഈ തുടർ ഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ദലിത് സമൂഹമാണ്. ദലിത് സമൂഹത്തിലെ ഓരോ വിദ്യാർത്ഥികളുടെയും ഗ്രാന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റൽ ഫീസ് മുടങ്ങിയിരിക്കുന്നു. 10,26,000 കുട്ടികളാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ദലിത് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദുരിതം തന്നെയാണെന്നാണ് ഇപ്പൊ കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനങ്ങളിൽ VD സതീശനെ പോലെയുള്ളവര്, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരൊക്കെ പരസ്യമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പോലും ഇല്ലാതെ വായിൽ പഴവും തിരിഞ്ഞിരുന്ന ബാലഗോപാലിനെ പോലെയുള്ള ധനകാര്യ മന്ത്രിമാര് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിലെ പട്ടികജാതി സമൂഹം അവർ അതിദാരിദ്ര്യ മുക്തമായി എന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. മനസ്സിലാക്കണം. വീട് കെട്ടിയാണ് ഞങ്ങൾ ആ വീട് അടച്ചു കെട്ടിച്ചു ഞങ്ങൾ ആശീർവാദം കുടിക്കാൻ പൊട്ടിച്ചു. പിന്നെ അവിടെ ഒന്ന് നിങ്ങളെ പൈപ്പിൽ വെള്ളം എനിക്ക് പറ്റില്ല. എനിക്ക് പൈപ്പിൽ വെള്ളനെ വേണ്ട. ഞാൻ ആറ്റിൽ തള്ളി ആറ്റിൽ ഉറപ്പാച്ചില്ല. അതിന് നിങ്ങൾ കേസ് കൊടുത്താൽ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് അവർ പറഞ്ഞു ഭക്ഷണക്കാരെ കൂടി എല്ലാം ഞാൻ പറഞ്ഞു. നല്ല ഉറപ്പാണ് എനിക്ക് തുണിയാനെ കാര്യം ആ പറഞ്ഞ കേട്ട് മനസ്സിലാക്കണം. വീട് കെട്ടിയാണ് ഞങ്ങൾ ആ വീട് അടച്ചു കെട്ടിച്ചു ഞങ്ങൾ ആശീർവാദം കുടിക്കാൻ പൊട്ടിച്ചു. പിന്നെ അവിടെ ഒന്ന് നിങ്ങളെ പൈപ്പിൽ വെള്ളം എനിക്ക് പറ്റില്ല. എനിക്ക് പൈപ്പിൽ വെള്ളനെ വേണ്ട. ഞാൻ ആറ്റിൽ തള്ളി ആറ്റിൽ ഉറപ്പാച്ചില്ല. അതിന് നിങ്ങൾ കേസ് കൊടുത്താൽ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് അവർ പറഞ്ഞു ഭക്ഷണക്കാരെ കൂടി എല്ലാം ഞാൻ പറഞ്ഞു. നല്ല ഉറപ്പാണ് എനിക്ക് തുണിയാനെ കാര്യം ആ പറഞ്ഞ കേട്ട് മനസ്സിലാക്കണം. ഇത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ ഭരണത്തിന്റെ ഒരു കഴിവാണിത്. അതിദാരിദ്ര്യമുക്ത കേരളം ഉണ്ടല്ലോ, അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കണ്ടത്. ഇത് കണക്ക് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കേരളത്തിലെ ഇത്രമാത്രം മദ്യവും സിവിൽ സപ്ലൈസുകളും തുറന്നു വെച്ചുകൊണ്ട് പട്ടികജാതി സമൂഹത്തിന്റെ സാമ്പത്തികം മുഴുവൻ കവർന്നെടുക്കുന്ന ഈ LDF സർക്കാരിന് അവരുടെ സമൂഹങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ദുരിതം തന്നെയല്ലേ? സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സണ്ണിയം കപ്പിക്കാട് മത്സരിക്കാൻ കഴിയുമോ? ഓക്കെ സൈക്കിളെ, ഓക്കെ സുഹൃത്തുക്കളെ, ഇതിനൊക്കെ മറുപടി പറയിച്ചിട്ടേ പട്ടികജാതി സമൂഹം ഇവിടുന്ന് പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുള്ളൂ. അപ്പോ സുലാൻ